അപ്പോൾ നമുക്ക് ഇന്ന് ലൈവ് ട്രേഡ് നോക്കാം. ഓക്കെ, ലൈവ് ട്രേഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പ് ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എന്താ പറയുക വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്കിതെല്ലാം സാധിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് $61 നമ്മുടെ ഫസ്റ്റത്തെ ട്രേഡ്. $61 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് ഞാനിവിടെ 1 മിനിറ്റിലേക്ക് ആക്കുക. ട്രേഡ് എടുക്കുന്നത് 1 മിനിറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ NGN ഒക്കെ ഉണ്ടോ? NGN പാടില്ല. USD BDT ഓക്കെ, BDT നമുക്ക് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ VIP ഗ്രൂപ്പ്, ഇതിപ്പോൾ നിങ്ങളാണെന്ന് വെക്കുക. ഓക്കെ, ഇതിപ്പം നിങ്ങളുടെ VIP ഗ്രൂപ്പാണ്, സോറി നിങ്ങളുടെ എന്താ പറയുക ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ നമ്മൾ ഏതൊക്കെ സമയം 11 o'clock, 2 o'clock, 9 o'clock 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ 11 o'clock ഇപ്പോൾ സമയത്ത് 11 to ഓക്കെ 11 o'clock സെക്ഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ടെലിഗ്രാമിൽ നിന്ന് നമ്മുടെ VIP ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് സാധാരണ. ഓക്കെ, ഇനി നിങ്ങൾക്ക് സിഗ്നൽ ഇവിടെ വരും. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിഗ്നൽ വരും. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നതൊക്കെ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി സ്വിച്ച് ഇതുണ്ട്. ഈ 0001 എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ കണ്ടോ, ഇങ്ങനെ നോക്കി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ വന്നാണ്ട് കണ്ടോ, ഇതിന് പറയുന്ന ടൈമർ എന്നാണ് പറയുക. നമുക്ക് 5 സെക്കൻഡ് ടൈം ചെയ്യാം, ഇത് 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 30 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈമറിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഡിഫോൾട്ട് ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡിഫോൾട്ട് ടൈം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റത്തെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇവിടെ 11:04 എന്നാണ്. നിങ്ങൾ അതൊന്നും നോക്കൊന്നും വേണ്ട. നിങ്ങൾ ഡിഫോൾട്ട് ടൈമിലാക്കിയിട്ട് ആ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡിഫോൾട്ട് ടൈമിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഡിഫോൾട്ട് ടൈമിൽ. ഇത് നിങ്ങൾ ഇനി ഈ ഭാഗത്തേക്ക് നിങ്ങൾ പോവുകയേ വേണ്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എമൗണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ എമൗണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ എമൗണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഏതൊക്കെയാണോ കറൻസി ഏതൊക്കെയാണോ നമുക്ക് പെയർ വേണ്ടത്, ആ പെയറൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ള് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. കിടക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ USD BDTയിൽ നമ്മളൊരു ട്രേഡ് എടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മളിവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, ഞാനും ഈ സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഈ സ്ട്രാറ്റജി വരുന്നു. ഏറ്റവും താഴത്തെ കേർവിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൽ കൊണ്ടിട്ട് നിങ്ങൾ വെക്കുക. അതിനുശേഷം അതിനു മുമ്പ് ഞാനിവിടെ സോറി ഇതല്ല, കണ്ടോ USD BDT എന്ന് പറഞ്ഞ് വന്നു. ഏറ്റവും മേലെ കൊണ്ട് വെക്കുക. ഈ ഒരു ഇതിൽ തട്ടി റിജക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡൗണിലേക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിന് എന്താ പറയുക, ഞാൻ ഇത്രയും ട്രേഡ് എടുത്തു നിങ്ങൾ എടുക്കരുത് കേട്ടോ. നിങ്ങൾ ഒറ്റ ട്രേഡ് എടുത്താൽ മതി. ഓക്കെ,
ഇവിടെ തട്ടി നമുക്ക് റിജക്ഷൻ വന്നായിരുന്നു. നമുക്ക് ഈ ക്യാൻഡിൽ ഡൗണിലേക്കാണ് പോകേണ്ടത്, പക്ഷേ ഇത് അപ്പിലേക്ക് പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക, എല്ലാ ട്രേഡും നമുക്ക് വിന്നാവണമെന്നില്ലല്ലോ. ഓക്കെ, ഡൗണിലേക്കാണ് ഇത് പോകേണ്ടത്. റിജക്ഷൻ ഉണ്ട്, ഡൗണിലേക്ക് തന്നെയാണ് പോകേണ്ടത്, പക്ഷേ ഇത് അപ്പിലേക്ക് പോകുന്നു. സോ നമുക്ക് അടുത്ത റെസിസ്റ്റൻസിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കൂടെ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡൗണിലേക്ക് തന്നെയാണ് എടുക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എടുക്കരുത്. ഓക്കെ, എൻ്റെ കയ്യിൽ ക്യാഷും കാര്യങ്ങളും അതുപോലെ ക്യാപിറ്റൽ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ നിങ്ങൾ MTG എടുക്കുക. ഓക്കെ, MTG എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ എമൗണ്ട്. ഇപ്പം നിങ്ങൾ $61 നിങ്ങൾ ഇവിടെ എടുത്തു. നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ എത്ര എടുക്കണം? ഈ ക്യാൻഡിൽ നമുക്ക് ഓപ്പോസിറ്റായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കണം? എത്ര രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ എടുക്കണം? ഓക്കെ, 122 അല്ലേ? അങ്ങനെ അതാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിലെടുക്കണം. അതിലല്ലെങ്കിൽ നമുക്കിതവിടെ നോക്കിയാൽ ഫസ്റ്റത്തെ ഇത് നമ്മൾ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്താൽ $122 നിങ്ങൾ അടുത്ത ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക, $122 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ പോകരുത്. മണി മാനേജ്മെൻറ്റ് എൻ്റെ അടുത്ത് പിന്നെ ക്യാപിറ്റലും ആ ഒരു നമുക്ക് എന്താ പറയുക, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും ഇതൊക്കെ, ഈ ചെയ്യുന്നതൊക്കെ, ഞാൻ ചെയ്യുന്നതൊക്കെ. കണ്ടോ? ഇപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഇതാവും നമ്മൾ വിന്നായി. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് USD/BTT എന്ന് വന്നില്ലേ, അതും കൂടെ കൂട്ടിയെടുത്തില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ ഒരുപാട് ഇതായിട്ട് ട്രേഡ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഞാൻ സ്ട്രാറ്റജീനെ കുറിച്ച് പറയാം. ജസ്റ്റ് ഒന്ന് ഓവറലായിട്ട് പറയാം. നമുക്ക് വേറെ വലിയൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ പറയുന്ന പേരാണ് ഫിബൊനാച്ചി ഫാൻ എന്ന് പറയും. ഫിബൊനാച്ചി നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ എൻ്റെ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. കാരണം കുറച്ച് വീഡിയോകൾ ഡിലീറ്റ് ആയിപ്പോയി, കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട്. കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മ്യൂസിക് ഇട്ടു, അത് ഞാൻ അത്രയ്ക്ക് അത് ഓർത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഫിബൊനാച്ചിൻ്റെ ഒരു വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്ത്? ഫിബൊനാച്ചി ഫാൻ. ഓക്കെ, ഫിബ് ഫാൻ എന്ന് പറയും. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 1 മിനിറ്റ് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒന്നെങ്കിൽ മാർക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഏറ്റവും ഡൗൺ, ഓക്കെ, അതിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ ഒരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഡൗണിലേക്ക് ട്രേഡ് എടുക്കാനുള്ള നോക്കുക. ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, ചില സമയങ്ങളിലല്ല, മാക്സിമം നമ്മൾ ഡൗണിലേക്ക് മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ഒരു ട്രെൻഡ് ബേസ്ഡ് ആണെന്ന് വെച്ചോ ഇത്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ സപ്പോർട്ടിൻ്റെ ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്ക് അപ്പിലേക്ക് ഒരു ട്രേഡൊക്കെ എടുക്കേണ്ടി വരും. അത് നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കൊരു അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. അപ്പിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുപോയി വെച്ചു. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഹൈറ്റ് ഞാൻ പറയാം. നോക്കിയാൽ ഒരു ഡൗണും മാക്സിമം ഡൗണും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടേൺ ഹൈറ്റ് അതിലേക്കും വെച്ചു. നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈ 0 എന്ന് പറയുന്നത് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ശ്രദ്ധിക്കുക, 0 എന്ന് കണ്ടില്ലേ, ഇത് മേജറായിട്ടുള്ള സപ്പോർട്ടാണ്. ഇവിടെ തട്ടിയിട്ട് റിജക്ഷൻ വരും. ഇവിടെ തട്ടുകയോ തട്ടാതെ എടുത്ത് വന്നിട്ട് ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്പിലേക്ക് എടുക്കും. ഇപ്പോൾ ഒരു റിജക്ഷൻ വന്നു, കണ്ട, അപ്പിലേക്ക് ഞാൻ ട്രേഡ് എടുത്ത് കൊടുത്തു. ഓക്കെ, നമ്മുടെ എൻട്രി മാറിപ്പോയി. ഓക്കെ, എൻട്രി കുറച്ച് ലേറ്റായിപ്പോയി, കുഴപ്പമില്ല.
കണ്ടോ, അത് ആ സപ്പോർട്ട് ഏരിയ ആണത്. സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് അവിടേക്ക് വന്നതാണ്. കണ്ടോ, വെയിറ്റ് ചെയ്യാം. എൻട്രി കുറേ ഇതായിപ്പോയി, അതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ലോസിലാണ് വരുന്നത്, കേട്ടോ, റെഡിലാണ്, ലോസിലാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇടണം. ഡബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്, അല്ലെങ്കിൽ 122 നമ്മുടെ മണി മാനേജ്മെൻറ്റ് പ്രകാരം ആണോ 2. ഓക്കെ, മണി മാനേജ്മെൻറ്റ് ഷീറ്റ് എവിടെ ഷീറ്റ്? ഓക്കെ, ഫസ്റ്റത് നമ്മൾ ലോസ് വന്നു, നെക്സ്റ്റത് നമുക്ക് വിൻ വന്നു, അടുത്തത് നമുക്ക് ലോസ് വന്നു, നെക്സ്റ്റ് 123 ആണ് ഇടേണ്ടത്. ഓക്കെ, ഒരു $1 വ്യത്യാസമുണ്ട്, നോ പ്രോബ്ലം. 123 ആണ് നമ്മൾ ഇടേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, ഇതും ഭിന്നാവണമെന്നൊന്നുമില്ല. ഓക്കെ, ഭിന്നായി കഴിഞ്ഞാൽ നമുക്ക് മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കാം. മണി മാനേജ്മെൻറ്റ് ഷീറ്റിൽ നമുക്ക് കറക്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ലോസാന്ന് വെച്ചോട്ടെ, അടുത്ത എമൗണ്ട് നമുക്ക് 246 എടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ചെയ്ത് പോയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യം നോക്കുന്നത്. എന്തുകൊണ്ട് നമ്മളിപ്പോൾ അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്തു? ഡൗൺ ട്രെൻഡാണ്. എന്തുകൊണ്ട് അപ്പിലേക്ക് എടുത്തു? അവിടെ വന്നിരിക്കുന്ന സപ്പോർട്ടിൽ വന്നു, ഒരു റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് വന്ന് കാണിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ MTG എടുത്തുകൊണ്ട് നമ്മൾ വിന്നായി. ഓക്കെ, ഇവിടെ എഴുതി വെച്ചാൽ കണ്ടോ, ഓൾ ട്രേഡ്സ് 1 മിനിറ്റ്, വെയിറ്റ് ഫോർ ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്താ പറയുക, ഇതേപോലെ USD ഏത് പെയറിലാണോ എടുക്കേണ്ടതെന്നുള്ളത് ഇത് വരും. നിങ്ങൾ ആ പെയർ ഓൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടേക്ക് ട്രേഡ് നെക്സ്റ്റ് ക്യാൻഡിൽ. നിങ്ങൾ വരുന്ന ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, ഡയറക്ഷൻ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൾ എന്ന് പറഞ്ഞാൽ അപ്പിലേക്ക്, ഓക്കെ, പുട്ട് എന്ന് പറഞ്ഞാൽ ഡൗണിലേക്ക്, ആ സിഗ്നലിൻ്റെ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി പിടിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം തന്നെ ട്രേഡ് എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഏതൊരു നെക്സ്റ്റ് ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ, അടുത്ത ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ആ ട്രേഡ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ, നമ്മൾ ഈ റെഡ് ക്യാൻഡിലുണ്ട്, ഈ റെഡ് ക്യാൻഡിൽ അപ്പിലേക്ക് തന്നു. പക്ഷെ എന്ത് ചെയ്തു? മാർക്കറ്റ് ഓപ്പോസിറ്റ് റെഡ് വന്നു. എന്തായി? നമ്മൾ ലോസായി. ലോസായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എമൗണ്ട് എത്രയാണെന്ന് നോക്കണം. എത്രയാണ്? 123. ഈ 123 നമ്മൾ ഇവിടെ 123 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോസ് ആയി കഴിഞ്ഞു, പെട്ടെന്ന് എനിക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാവുന്നുള്ളത്? അങ്ങനെയും സംഭവിക്കാമല്ലോ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ലോജിക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഏത് ട്രേഡ് എടുത്താലും അത് ലോസ് ആകും എന്നുള്ള ഒരു, അല്ലെങ്കിൽ ലോസ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ എന്നുള്ള ഒരു ഇതിൽ കൺസെപ്റ്റിൽ നമ്മൾ എല്ലെന്ന് വെറുതെ കൊടുക്കുക. ജസ്റ്റ് വെറുതെ എല്ലെന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുത്തു, അത് ലോസ് ആണോ വിന്നാണോ എന്നറിയില്ല, പക്ഷേ നമ്മൾ മണി മാനേജ്മെൻറ്റ് ഷീറ്റിൽ നമ്മൾ എല്ലെന്ന് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എമൗണ്ട് എത്രയാണ്? 124. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? 124 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ 120 നെക്സ്റ്റ് നമ്മൾ അതേ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ട്രേഡ് എടുക്കുക. ഇത് വിന്നാണെങ്കിൽ നമ്മൾ വിന്നെന്ന് കൊടുത്തിട്ട് എത്രയാണ് നെക്സ്റ്റ് ട്രേഡ്? $61 $61 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ 1 2 3 പ്രാവശ്യം ഇതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് സിമ്പിൾ സ്ട്രാറ്റജിയാണെന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? 1 മിനിറ്റിൽ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈനറിയാണ് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ 1 മിനിറ്റ് ട്രേഡ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഇത് ചെയ്യും. ഏത്?
നമ്മൾ ട്രേഡ് ചെയ്ത് പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് മാറും. അതാണ് ഏറ്റവും വേണ്ടത്. മാർക്കറ്റിൽ കടിച്ചു തൂങ്ങി നമ്മൾ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറിക്കണം. എത്രത്തോളം നമ്മൾ മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്താ പറയുക ലോസ് വരാൻ ചാൻസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞത് നമ്മൾ വേഗം എടുത്തിട്ട് നമ്മൾ പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ട്രേഡറിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാദ്യം പോട്ടെ, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സ്ട്രാറ്റജി നോക്കിക്കോ. എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് സൂട്ടബിൾ ആവുള്ളൂ. ഇപ്പോൾ എനിക്കിത് വർക്കൗട്ട് ആവുന്നുണ്ട്, അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 1.5-2 മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് എനിക്കത് ഇപ്പോൾ ഏകദേശം, ഞാൻ ഒരിക്കലും 100% പറയും, ഏകദേശം എനിക്ക് ഓക്കെയാണ്. ഓക്കെ, ഏകദേശം എനിക്ക് ഓക്കെയാണ്. ഓക്കെ, നിങ്ങളെന്ത് ചെയ്യുക? ഇവിടെ നോക്കിയാൽ അവിടെ പോയി ഡെമോ അക്കൗണ്ട് ഉണ്ട്. ഈ ഡെമോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നേ. മണി മാനേജർ ഷീറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡബിളിങ് ചെയ്തിട്ടോ. ഇപ്പോൾ 100 റുപ്പീസ് ലോസായി ഫസ്റ്റ് ട്രേഡിൽ, 200 റുപ്പീസ് 200 ലോസായി, 400 ലോസായി, 800 ലോസായി, അങ്ങനെ പോവുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ മണി മാനേജർ ഷീറ്റ് ഇതുണ്ടോ, ഇത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ എമൗണ്ട് ഇവിടെ കാണിക്കും, അതിനനുസരിച്ച് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിക്കും. അത് ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ പറയുക ട്രേഡ് ചെയ്യും. ചില സമയങ്ങളിൽ അത് ഉപയോഗിക്കുകയില്ല. കണ്ടോ, ചെറുതാന്ന് പറഞ്ഞിട്ട് എടുത്താണ്ടില്ലേ, അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നു വെച്ചാൽ അപ്പോൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് അവിടെ ഏറ്റവും മേലെ കണ്ടോ, ഇവിടെ ഒരു ടൂൾ കണ്ടോ, നമ്മൾ എന്താ പറയുക ഹൊറിസോണ്ടൽ ലൈനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയുള്ള ടൂള്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫിബൊനാച്ചി ഫാൻ, ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ ഇവിടെ, അതല്ല ഫിബൊനാച്ചി ഫാൻ. ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അതിന് കുറച്ചും കൂടെ കട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ കട്ടിയൊക്കെ വെപ്പിക്കാം, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്കൊരു പോയിൻ്റ് നമുക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതുണ്ടാവും. എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഏത് കളർ വേണമെങ്കിൽ വെച്ചോ. ഇനി ഈ ടൂളിൻ്റെ കണ്ടോ, ഇങ്ങനെ അറ്റത്ത് ഉണ്ടോ, ഇവിടെ ഒരു വൈറ്റ് പോയിൻ്റ്, ഇവിടെ ഒരു വൈറ്റ് പോയിൻ്റ് ഉണ്ടോ. ഇത് നമുക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാം. ആണോ, ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ്, ഈ കോർണർ നിങ്ങൾ ഒരു മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെന്ന് വെച്ചോട്ടെ, ആ മാർക്കറ്റ് എവിടെ എത്തി മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഇത് കാണുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഇത് കാണുക എന്ന് വെച്ചാൽ ഇവിടെയെങ്കിലും വരണം. ഇങ്ങനെ ഒരു ഇത് കാണുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഇതവിടെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഇവിടെ ബേസ് കറക്റ്റായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ടോപ്പ് കറക്റ്റാണ്. ടോപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിൻ്റെ വിക്കി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വിക്കി കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 0ൻ്റെ ഇതും കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക ഡൗൺ ട്രെൻഡ് ആണെന്നോ, ഏറ്റവും നല്ലത് ഡൗണിലേക്ക് ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. ഒരു ഡൗണിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ അതിന് ആക്യുറസി കൂടും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ ട്രെൻഡ് ലൈൻ പോലെ കണ്ടോ, ഇത് ഓരോരോ ഏരിയ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോരോ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഇവിടം വരെയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. ഇവിടം വരെ നമുക്ക് സിഗ്നൽ വന്നു, ഇവിടം വരെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. എങ്ങോട്ട്? മേജർ ഏരിയയിലേക്ക് എന്താ പറയുക ക്യാൻഡിൽ പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കി, ഈ ക്യാൻഡിൽ നോക്കി എല്ലാ ട്രെൻഡ് ലൈനുകളും ഇതിൻ്റെ ഉള്ളിലുള്ള ട്രെൻഡ് ലൈനുകളും ക്രോസ് ചെയ്തിട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി? ഇവിടെയുള്ള ബേസിലേക്ക് പോയി, എന്ന് വെച്ചാൽ മേജർ സപ്പോർട്ടിലേക്ക് പോയി. ഓക്കെ, മേജർ സപ്പോർട്ടിലേക്ക് പോയപ്പോൾ എന്തായി? അവിടെ നമുക്ക് എന്തായി? സപ്പോർട്ടിൽ വന്നാൽ എന്താണ്? മാർക്കറ്റ് ക്യാൻഡിൽ സപ്പോർട്ടിൽ വന്നാൽ എന്താവും? ബൗൺസ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താ ബൗൺസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സപ്പോർട്ട് വരുമ്പോൾ ബൗൺസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? താഴോട്ടാണോ മേലോട്ടാണോ? മേലോട്ട് അല്ലേ? ബൗൺസ്, ഒരു ബോള് മുകളിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടല്ല പോവുക,
ഒരു ഫ്ലോറിൽ തട്ടി കഴിഞ്ഞാൽ അത് പിന്നെ മുകളിലേക്ക് വരിക. അതേ ഒരു ഇതാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഹോൾ ഉണ്ടാവണം, എന്നാൽ പിന്നെ താഴോട്ട് പിന്നെയും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോയി. ആ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്തു, ക്യാപ്ചർ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഈ ഓരോ ട്രെൻഡ് ലൈനിൻ്റെ അവിടെയും റിജക്ഷൻ വരുന്നുണ്ട് നോക്കാം. ഇവിടെ അത്ര വലിയ റിജക്ഷൻ ഇല്ല, ഇവിടെ അത്ര വലിയ റിജക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ഒരു ഇതിൽ നോക്കിയേ, വലിയൊരു റിജക്ഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല. ഈ ഒരു ക്യാൻഡിൽ ഞാനിപ്പോൾ അതെങ്ങനെയാണ്, കണ്ടോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ റിജക്ഷൻ കണ്ടോ? അപ്പോൾ ഒരു വലിയൊരു എന്ന് വെച്ചാൽ ഒരു 50% അത്ര റിജക്ഷൻ വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ആ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്യാൻഡിൽ ഡൗണിലേക്ക് എടുക്കുക. ഇനി ഇവിടെ അപ്പിലേക്കാണ് റിജക്ഷൻ വരുന്നത്, നല്ലൊരു അപ്പിലേക്ക് റിജക്ഷൻ വന്നിട്ട് ഇത് ഗ്രീൻ ക്യാൻഡിൽ ആവുകയാണെങ്കിൽ, റിജക്ഷൻ വന്ന് ഗ്രീൻ ക്യാൻഡിൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ തന്നെ നല്ല റിജക്ഷൻ കയറുകയാണെങ്കിൽ, 50% മേലെ റിജക്ഷൻ കയറുകയാണെങ്കിൽ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഏത് ട്രെൻഡ് ലൈനിൽ തട്ടിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഇത് സപ്പോർട്ടും ഏറ്റവും അടിയിലുള്ള ഈ വര സപ്പോർട്ടും ഏറ്റവും മേലെയുള്ള ഈ വര റെസിസ്റ്റൻസുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഇത് ഈ ഫാൻ ഇതിൻ്റെ ഒരുപാട് പേർക്ക് ഓരോരോ ഐഡിയകളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ ഐഡിയകളായിരിക്കും. ഞാൻ പ്രാക്ടീസ് ചെയ്തേക്കുന്ന ഐഡിയ ഇങ്ങനെയാണ്. നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് ഏത് വിധത്തിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവും? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിനൊരു യൂണിവേഴ്സൽ തിയറി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതും ഓരോരുത്തരും കണ്ടുപിടിച്ച തിയറികളാണ്. ഇപ്പോൾ എൻ്റെ തിയറി എനിക്ക് എഴുതിക്കൂടെ? ഇപ്പം എൻ്റെ പേരിലൊരു അബി തിയറി എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഫിബൊനാച്ചി ഫാൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിയറി എഴുതാം. അപ്പോൾ ഓരോ തിയറികളും ഓരോന്നിനും ഓരോരോ തിയറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടും നമ്മുടേതായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടും നമുക്ക് തിയറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഇത് ഞാൻ പറഞ്ഞു വന്നാൽ ഞാനിപ്പോൾ ഈ ഫിബൊനാച്ചി ഫാൻ യൂസ് ചെയ്യുന്നത് പല ഇതിലായിരിക്കും. അപ്പോൾ എനിക്കിതായിട്ട് വരുന്നത് എന്താണ്, ഈ ഒരു ഐഡിയ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൂവിങ് ആവറേജ് നമ്മളെടുത്തു. ഓക്കെ, മൂവിങ് ആവറേജ് ഒരു 50 എടുത്തു നോക്കാം. വേണ്ട, 21 എടുത്തു നോക്കാം. ഓക്കെ, 21 മൂവിങ് ആവറേജ് നമ്മൾ സാധാരണയായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് ട്രേഡിങ്ങിൽ? എന്തിനാണ്? ട്രെയിലിങ് സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും കൂടുതൽ 21 ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ബൈനറിയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ട്രേഡ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി. കറക്റ്റാണ്. ഓക്കെ, ഇവിടെ 21 മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 50 മൂവിങ് ആവറേജോ നിങ്ങൾ നോക്കുക. ഓയ്യടാ, ഞാൻ കട്ട് ചെയ്തതാണ്. പക്ഷേ മൂവിങ് ആവറേജ് EMA എടുക്കണം. ഓക്കെ 21 ഓക്കെ, യെല്ലോ ഇരിക്കട്ടെ, കുറച്ചും കൂടെ തടിച്ചോട്ടെ, കാണാനൊരു ഭംഗിക്ക് വേണ്ടി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ ഐഡിയകൾ വെച്ചിട്ട്. ഇപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മാർക്കറ്റ് ഡൗണിൽ നിന്ന് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, നല്ലൊരു പവറായിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഒരു ക്യാൻഡിൽ വന്ന് റീടെസ്റ്റ് വന്ന് പിന്നെ ഇതുപോലെ തന്നെയാണ് ഇവിടെ നിന്നൊരു ഗ്രീൻ വന്ന് റെഡ് വന്ന് എന്നുവെച്ചാൽ പേരിഷ് ക്യാൻഡിലുകൾ വന്ന് റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടായി. നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. റീടെസ്റ്റ് വന്നതിന് ശേഷം അതൊരു സ്ട്രാറ്റജി. ഇനി അടുത്ത സ്ട്രാറ്റജി പറഞ്ഞുതരാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്യാൻഡിൽ ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു, അടുത്തത് ഗ്രീൻ ആയിരിക്കും. ഇവിടെ റെഡ് വന്നു, MTG എടുത്തു, വിന്ന്. ഇവിടെ ക്രോസ് ചെയ്തു, നെക്സ്റ്റ് റെഡ്. മനസ്സിലാവുന്നുണ്ടോ? അത് അടുത്ത സ്ട്രാറ്റജി. ഇനിയൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഇത് ക്രോസ് ചെയ്യേണ്ട, റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൗണിലാണ് മാർക്കറ്റ് കിടക്കുന്നതെങ്കിൽ ഈ 21 EMA ടച്ച് ചെയ്ത് കഴിഞ്ഞ്
റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ തിയറിയാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ്. പറഞ്ഞു മനസ്സിലായോ? ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ്. ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇതാ ഇവിടെ വന്നു റിജക്ഷൻ വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ്. ഇവിടെ എത്തി, ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഇവിടെ വേറെ സ്ട്രാറ്റജി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അത് പോട്ട്. ഇപ്പോൾ ഈ റിജക്ഷൻ്റെ കാര്യം പറയാം. ഇവിടെ റിജക്ഷൻ വന്നു, ഈ ക്യാൻഡിൽ റിജക്ഷൻ വന്നു, അപ്പോൾ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ റിജക്ഷൻ വന്നു. ഓക്കെ, ഈ ക്യാൻഡിൽ ഇവിടെ റിജക്ഷൻ വന്നു, ഈ ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാലും ഓക്കെ കൊള്ളാം. പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുക, എല്ലാ പ്രാവശ്യം ചക്ക വീഴുമ്പോൾ ഇതെന്ന് പറഞ്ഞ പോലെ അല്ല, ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റിജക്ഷൻ വന്നു, ഇവിടെ റെഡ്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കോ, ഇതാ ഇവിടെ റിജക്ഷൻ വന്നു, ഇവിടെ തട്ടിയുണ്ട്, ഇവിടെ റിജക്ഷൻ വന്നു, MTG വിന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ, ഇപ്പം ഞാനിപ്പോൾ എത്ര പറഞ്ഞു, ഒരു 4ഓളം ഒരു ഇൻഡിക്കേറ്ററിൽ 4ഓളം സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള എന്താ പറയുക സ്ട്രാറ്റജികൾ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എവിടെ വന്നു കഴിഞ്ഞാലാണ് ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുമോ, ഇത് കഴിഞ്ഞ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യം, ഇവിടെ വന്നു, ഇവിടെ നിന്ന് എടുത്ത് നിങ്ങൾ റെഡ് വന്നനെ, ഇവിടെ ശേഷം വന്നു, ഇവിടെ നിന്ന് എടുത്ത്, അതല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റണം. എന്താണ് നടക്കുന്നത് നെക്സ്റ്റ്, ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞ്, ഈ ഒരു ക്യാൻഡിൽ വന്ന അടുത്ത ക്യാൻഡിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അത് കാണാൻ പറ്റുന്നത് നിങ്ങൾ ലൈവിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ലൈവിൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന, പൈസ ഇട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നല്ല പറഞ്ഞേ, ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യൂ. 29 ഇത്രയും താന്നിട്ടുണ്ട് ഇവിടെ, ഇത്രയും താന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും താന്നിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ 50% ഇവിടെ താന്നു, ഇവിടെ റിജക്ഷൻ വന്നു, ഇനി എത്ര റിജക്ഷൻ വന്നു. അപ്പോൾ ഈ ഒരു റിജക്ഷനിൽ എന്താവും അടുത്ത ക്യാൻഡിൽ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വിക്കൊന്നും ഇല്ലാത്ത ഒരു ക്യാൻഡിൽ എന്താവും അടുത്തത്? ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ മുമ്പിലിരുന്ന് പഠിച്ചാൽ മാത്രം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ഒരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറുള്ളൂ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പം ഞാൻ കണ്ടതിൽ വെച്ചൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ട്രേഡേഴ്സുകളുണ്ട്. ഞാൻ ആരെയും മോശമായിട്ട് പറയുകയോ ആരെയും ഇതായിട്ട് പറയുകയോ അല്ല, ഞാൻ അനുഭവിച്ചല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്. അവരുടെ പ്രൈമായിട്ടുള്ള അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ വളരെ ഒരു പ്രീമിയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതാർക്കും പറഞ്ഞു കൊടുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാർക്കും പറഞ്ഞു കൊടുക്കില്ല, അതങ്ങനെ പൊത്തി വെച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരും ഉണ്ട് ഈ ലോകത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു തന്ന സ്ട്രാറ്റജി തന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ വ്യക്തി ചെയ്യുന്ന പ്രീമിയം ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞു തന്നു നോക്കുക, പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഞാനിതാ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ, ഇതൊരു പ്രീമിയം കണ്ടൻറ്റാണ്. 1 ലക്ഷം രൂപ, 25,000 രൂപ, 3 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് കോഴ്സിൽ പഠിക്കുന്നവർക്ക് നമ്മുടെ മായാവി ട്രേഡിങ്ങിന് ഒരു കോഴ്സും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പഠിച്ചോളൂ, തുടർന്ന് പഠിച്ചോളൂ, അതിനൊന്നും ഞാൻ മോശം പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ സ്ട്രാറ്റജികളും നിങ്ങൾ അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതും ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ അതിൽ എന്താ പറയുക, ഇതേപോലുള്ള കണ്ടൻറ്റ് ഇടുന്ന എനിക്ക് അതൊരു എന്താ പറയുക, അതൊരു സന്തോഷമായിരിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം, ഒന്നാമത് എന്താ പറയുക, ഒരു നിമിഷം സമയം കിട്ടുന്നില്ല. ഫോറക്സ് ആയാലും ശരി, അൽഗോൻ്റെ കാര്യങ്ങളായാലും ശരി, അതുപോലുള്ള എന്താ പറയുക, ആൾക്കാർക്ക് ഒരു ദിവസം 300-400ഓളം മെസ്സേജുകൾ വരുന്നുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കണം. എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊരു എന്താ പറയുക, സമയം വളരെ കുറവാണ്. ഓക്കെ,
ദൈവാനുഗ്രഹം അങ്ങനെ ആയിരിക്കട്ടെ, എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ സമയം അയ്യോ എൻ്റെ സമയം ഇതിൽ ഇത്രയും പേരുണ്ട് അങ്ങനെയല്ല. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നു. സോ ആ സമയത്തും നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ള ഇതേപോലുള്ള കണ്ടൻറ്റുകൾ ഇടുവാൻ എനിക്ക് പറ്റുന്നത് ഓർത്ത് എന്താ പറയുക, എനിക്ക് പറ്റുന്നു, അതിനാണ് സന്തോഷം എനിക്ക്. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൂടെയാണ്, നിങ്ങൾ ഈ പറയുന്ന സ്ട്രാറ്റജികൾ ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്കതിൻ്റെ കമൻറ്റ് നിങ്ങൾ അയച്ചു തരിക. ഓക്കെ, അതിൻ്റെ റിപ്ലൈ നിങ്ങൾ തരിക. ഓക്കെ ബ്രോ, ഞാനിത് യൂസ് ചെയ്തു, എനിക്കൊരു മണ്ണാങ്കട്ടയും പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ബ്രോ, ഞാനിത് യൂസ് ചെയ്തു, എനിക്കൊരു 10 ട്രേഡ് എടുത്തിട്ട് ഒരു 4 ട്രേഡ് വിന്നായി, 6 ട്രേഡ് പോയി എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രോ, ഞാൻ യൂസ് ചെയ്തു 10 ട്രേഡ് എടുത്തു, ഞാൻ 8 ട്രേഡ് വിന്നായി എന്ന് പറയാം. നിങ്ങൾക്ക് എന്താണ് വരുന്നത്? ഞാൻ ഒരിക്കലും പറയുന്നില്ല 100% ഇത് വിന്ന് വരും എന്നുള്ളത്. 10 ട്രേഡ് എടുത്തു, 10 ട്രേഡും ഞാൻ വിന്നായി എന്ന് എനിക്ക് പോലും അങ്ങനെ 10 ട്രേഡും കണ്ടിന്യൂസ് വിന്നാക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാനൊരു മോശമായിട്ടൊരാളെ പറയുന്നതല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഹംഭാവം ഉണ്ടാവുമല്ലോ, ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഹംഭാവം, ആ അഹംഭാവമാണ്, അല്ലാതെ മോശമായിട്ടുള്ള അഹംഭാവമല്ല. അപ്പോൾ എനിക്ക് പോലും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കുമ്പോൾ, അങ്ങനെ ലോസ് ആവുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് മണി മാനേജ്മെൻറ്റ്. ഓക്കെ, കറക്റ്റായിട്ട് മണി മാനേജ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ലോസും ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീഡിയോ അല്ല, നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട്, ഫ്രീ ഗ്രൂപ്പല്ലേ, ഒന്ന് വന്നിട്ട് നിങ്ങൾ പഴയ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു എമൗണ്ട് ഇപ്പോൾ 8,000 സംതിങ് ആയി. ഈ എമൗണ്ട് ഞാൻ എത്ര ഡോളറിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഈ ഇതിൻ്റെ ഞാൻ മിക്ക സമയങ്ങളിലും ഫുള്ള് വിഡ്രോ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ ഏൺ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്താണ്ടില്ലേ, എത്ര ട്രേഡ് എടുത്തില്ല, 61 ഒറ്റ ട്രേഡ് എടുത്താൽ മതി. ഞാൻ $61 ഞാനിത്ര 10-12 ട്രേഡ് ഒരുമിച്ച് അങ്ങനെ എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഗെയിം വരുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ ആവും. കാരണം വെച്ചാൽ ക്യാഷ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 100 മടങ്ങ്, 100 അതിന് മടങ്ങ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ട്രേഡ് പിന്നെ നിങ്ങളെന്തറിയോ, ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന റൂൾസൊന്നും നിങ്ങൾ പാലിക്കാൻ പോകില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ, നിങ്ങൾക്ക് അപ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, നിങ്ങൾ അപ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ ചറപറാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, പോകാൻ നിങ്ങൾക്ക് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. 10 പ്രാവശ്യം നിങ്ങളുടെ ഈ അക്കൗണ്ട് വാഷ് ഔട്ട് ആയാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയൊന്നും ഒരു അഡ്വാൻറ്റേജ് എടുക്കരുത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എന്തുകൊണ്ട് എന്താ പറയുക, വലിയ എമൗണ്ടിനൊക്കെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഞാൻ പറയുന്നു. നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരികയോ വരാതിരിക്കുകയോ അത് വേറെ കാര്യം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു ഇതുണ്ട്. മായവി ട്രേഡിങ്, എസ്പെഷ്യലി മായവി ട്രേഡിങ് ഒരു 5 പൈസ മേടിച്ചിട്ടല്ല ഒരു കോഴ്സ് ചെയ്യുന്നത്. 5 പൈസ മേടിച്ചിട്ടല്ല ഇതേപോലുള്ള ഫ്രീ എന്താ പറയുക സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഫ്രീ യൂട്യൂബ് ചാനലാണ് അത്. നിങ്ങൾ അതിലെ വീഡിയോസ് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക, ഇല്ലാത്തൊരു വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ഒരു ആനക്കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ വ്ളോഗറോ അങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ പറയാം ഓക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ. നമ്മൾ പണിയെടുക്കുന്നത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, ഞാൻ പണിയെടുക്കുന്നത് ഇങ്ങനെ ഈ എമൗണ്ട് ഇവിടെ കൂടാൻ വേണ്ടി മാത്രമാണ്. ഇതിങ്ങനെ കൂടണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി മുന്നോട്ടുള്ള എന്താ പറയുക കാലം, ഇനി മുന്നോട്ടെന്ന് വെച്ചാൽ ട്രേഡിങ്ങും എന്താ പറയുക നമ്മുടെ ഒരു ജോബിൻ്റെ ഭാഗമായിട്ട് മാറി. ഇപ്പോൾ നമ്മളെല്ലാവരും പറയല്ലേ എൻജിനീയറിങ്ങിൽ പോകണം, അതുപോലെ തന്നെ എന്താ പറയുക ഒരു ടീച്ചർ ആവണം, അതുപോലെ തന്നെ ഒരു പോലീസുകാരനാവണം, ആർമിയിലാവണം. അതേപോലെ തന്നെ ദ ഫ്യൂച്ചർ എന്താ പറയുക ഒരു ട്രേഡിങ് എന്നല്ല, ചൈനയിലും പല സ്ഥലങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ ഒരു പ്രൊഫഷണലായിട്ട് ഇപ്പം തന്നെ ഉണ്ട്, എന്നാലും ഒരു വൈറ്റ് കോളർ പ്രൊഫഷനായിട്ട് തന്നെ ഇത് വരും വളരെ അടുത്ത് തന്നെയാണ്. ഇനി ഒരു സിലബസ്, ട്രേഡിംഗ് എന്ന് പറയുന്ന സിലബസ് തന്നെ എന്താ പറയുക ഇനി നിങ്ങൾക്ക് പഠിക്കാനും ചിലപ്പോൾ ഉണ്ടാകും. ഓക്കെ, അതിന് അത്രയ്ക്കും സാധ്യതയാണുള്ളത്. ഒരു കുടിലിൽ കിടക്കുന്നവനെ കൊട്ടാരത്തിലെത്തിക്കാനും പറ്റും, കൊട്ടാരത്തിൽ കിടക്കുന്നവനെ കുടിലെത്തിക്കാനും പറ്റും. രണ്ട് ഇതുണ്ട് കേട്ടോ. 2 സൈഡിലും മൂർച്ചയുള്ള വാൾ പോലെ തന്നെയാണ് ട്രേഡിങ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് ഞാൻ എന്താ പറയുക കഷ്ടപ്പെടുന്നത്.
നിങ്ങൾ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ പൈസ ഇട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അത് ചെയ്യുമോ, അത് നോക്കിയിട്ട് എൻ്റെ ഇത് നോക്കി ചെയ്യുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുമോ, അവർ നല്ല ഇവർ ഒന്നും ഞാൻ പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്, റിക്വസ്റ്റ് പോലെ പറയുകയാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾക്ക് സ്ട്രാറ്റജി അല്ല വലുത്. സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നെ സ്വന്തം ഉണ്ടാക്കാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു മൂവിങ് ആവറേജിൽ ഞാൻ എത്ര സ്ട്രാറ്റജി പറഞ്ഞു. നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഓൺ സ്ട്രാറ്റജി ഉണ്ടാക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, ഈ ക്യാൻഡിൽസിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഓഫ് തിയറി, എന്താ പറയുക, ഫസ്റ്റ് ട്രേഡർ ആരാണ്, ഹൂ ഇസ് ദ ഫാദർ ഓഫ് ട്രേഡിങ്, വാട്ട് ഈസ് ദ ഗോയിങ് ഓൺ ഇൻ ദ 1970, അതുപോലെ തന്നെ 91 മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ എന്ത് സംഭവിച്ചു, ഹൂ ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്. എന്ത് മണ്ണാങ്കട്ടൊക്കെയാണ് നിങ്ങൾ അതൊക്കെ പഠിക്കുന്നത്? എന്ത് ആവശ്യത്തിനാണ് അതൊക്കെ പഠിക്കുന്നത്? അതൊന്നും ആവശ്യമില്ല ട്രേഡിങ്ങിൽ. നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹൗ ടു മേക്ക് പ്രോഫിറ്റ് ഫസ്റ്റ്. ഓക്കെ, ഹൗ ടു യൂസ് മണി മാനേജ്മെൻറ്റ് സെക്കൻഡ്. ഓക്കെ, ഹൗ ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. ഈ 3 കാര്യം നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ 3 കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ ഫണ്ടമെൻ്റൽ ഓഫ് തിയറിയും ഫാദർ ഓഫ് ട്രേഡിങ്ങും ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ അടുത്തുണ്ടല്ലോ, അവന്മാർ നമ്മുടെ മെമ്പേഴ്സിൽ പറയുന്നതാണ്, ബ്രോ ഞാൻ ഇവിടെ ബ്രോൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഞാനൊരു കോഴ്സിന് ചേർന്നു. അവിടെ ഇറ്റ്സ് നിയർ അബൌട്ട് 1 lakh rupees കോഴ്സ് ഫീ. അത് എന്താ പറയുക, ഡ്യൂറേഷൻ ഈസ് നിയർ അബൌട്ട് 60 days. ഓക്കെ, 60 days ഉണ്ട്. അപ്പോൾ 30 days ക്ലാസ്സും 30 days എന്താ പറയുക പ്രാക്ടീസുമാണ്. 30 days ക്ലാസ്സിൽ അവർ പഠിപ്പിച്ചിരിക്കുന്ന നിയർലി 20 days-ഓളം അവർ പഠിപ്പിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഓഫ് തിയറിയും അതുപോലെ തന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് പ്രാക്ടീസും കഴിഞ്ഞപ്പോഴത്തേക്കും ട്രേഡിങ് സ്വന്തമായിട്ട് ചെയ്യാനുള്ളത് പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പോയി ഇരിക്കുമ്പോൾ അവർ പറയും, എടുത്തോ അപ്പ്, മാർക്കറ്റ് ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, എടുത്തോ അപ്പ്, അല്ലെങ്കിൽ എടുത്തോ ഡൗണ്, അങ്ങനെ എടുക്കാമെന്നല്ലാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? ബേസിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ അതിൽ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ പ്രാക്ടീസ് അതിൽ ഫോക്കസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതിന് ഒരാളുടെ മുമ്പിലും നിങ്ങൾ പിന്നെ പോയിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യാത്തോടത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും അങ്ങനെ ചെയ്യാത്ത പല ആൾക്കാരുകളും ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണ് അല്ലാതെ നന്നായിട്ട് പഠിപ്പിക്കുന്നവരൊക്കെ വേറെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പാരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്താ പ്രശ്നം വരിക? നിങ്ങൾ ഒരു ഇതിൽ പോകുന്നു, അവിടുന്ന് മാറുന്നു, അടുത്തതിൽ ചാടുന്നു, അവിടുന്ന് മാറുന്നു, അടുത്തതിൽ ചാടുന്നു, ഇങ്ങനെ ചാടി പോയിട്ട് അവസാനം ഒരു ഇതുമില്ലാതെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. ശരി എന്നാൽ.